ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഒരേ സമയം തന്നെ രണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നത്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിൽ കൺഫ്യൂഷനുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഇനിയും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നത് 3 ഓഫ് വാൻസ് ആണ്. അതായത് നിങ്ങളുടെ എനർജിയാണത്. അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിലൊരു പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒഴിഞ്ഞു പോവും, ഈ ഒരു ലൈഫ് പച്ച പിടിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നതാണ് കാണുന്നത്. ഒരുപാട് കാലമായിട്ട് ഉള്ള വെയിറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷമ നശിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ട് നിന്നിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. എത്രയും നാളായിട്ടൊക്കെ കാത്തു നിന്നിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കാം നിങ്ങൾക്ക്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് ഇനിയും ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നേരിടേണ്ടി വരും എന്നുള്ളത് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അതിജീവിച്ചാൽ മാത്രമേ നിങ്ങളുമൊത്തുള്ള ആ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അവരുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തയായി വരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഇനിയും കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുമൊത്തൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നത് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നു. നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇപ്പോഴും അവർക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനിയും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ എന്തായാലും വളരെയധികം ആ ഒരു വ്യക്തി മിസ് ചെയ്യുന്നു. ആ ഒരു എനർജിയാണ്. അവരുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസുകൾ നിൽപ്പുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. പക്ഷെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളെ ആ ഒരു വ്യക്തി കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ ഈ ഒരു രണ്ട് മൈൻഡിൽ നിൽക്കുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുമൊത്തുള്ള ആ ഒരു ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെ ഇനി ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് മൈൻഡിൽ കൺഫ്യൂഷനുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി ഏജ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഏജുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം കൂടുതൽ ഏജായിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ മണി സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെ ഫാമിലി സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെ നിങ്ങൾ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും അവർ 5 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ള തോന്നലാണ്.
അല്ലെ മനഃപൂർവ്വം ഞാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കുറ്റബോധമായിരിക്കാം. എന്തായാലും പാസ്റ്റിനെ ഓർത്ത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജിയാണിത്. ആ ഒരു വ്യക്തിക്ക് ഒന്നിലും സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും, ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അപ്പം ഒരുപാട് ഓപ്ഷൻസുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും നിങ്ങളുമൊത്ത് ഉള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ല എന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. കാരണം അവർ പോയിടത്തൊന്നും വലിയ സ്വീകാര്യതയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം നിങ്ങളുടെ അടുത്ത് നിങ്ങളായിരുന്നു അവരുടെ ശരി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു അവരുടെ സന്തോഷം, നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങളായിരുന്നു, അവരുടെ കംഫർട്ട് സോൺ നിങ്ങളായിരുന്നു എന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന നിമിഷമാണിത്. അപ്പം ആ ഒരു വ്യക്തിയുടെ ഓപ്ഷൻസുകളിലൊന്നും ആ ഒരു വ്യക്തിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ജീവിതത്തിലെല്ലാം അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയായിട്ട് കാണുന്നു. സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് ചിലപ്പോൾ നല്ല നിലയിലെത്തിയ ഒരു വ്യക്തിയായിരിക്കാം ഇദ്ദേഹം. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും കാണുന്നു. അപ്പോൾ സ്വന്തം അധ്വാനം കൊണ്ട് ഈ ഒരു നിലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് അധ്വാനിച്ചു, അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടി, അവരുടെ കരിയറിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം നേടിയപ്പോഴും ആ ഒരു വ്യക്തി സ്വന്തം ലൈഫ് ആ ഒരു വ്യക്തി ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അവരുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ എല്ലാം നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ ലൈഫെന്ന് പറയുന്നത് പച്ച പിടിപ്പിക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന സത്യം എന്ന് പറയുന്നത്. കാരണം എല്ലാം നേടാനായിട്ട് ഓടി നടന്ന സമയത്തും തൻ്റെ ജീവിതത്തെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിച്ചില്ല. അതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ആ ഒരു വ്യക്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും തിരികെ വരണം എന്നുള്ളത് തന്നെയാണ്, എങ്ങനെയും രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവരുടെ ലൈഫിലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയെ സ്റ്റക്കാക്കുന്നുണ്ടായിരിക്കാം, മുന്നോട്ട് പോകാൻ കഴിയാത്തക്ക രീതിയിൽ ആ ഒരു വ്യക്തിയെ സ്റ്റക്കാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മാത്രമേ എൻ്റെ ലൈഫ് നല്ലതാകൂ എന്ന് ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നു. കാരണം എന്തൊക്കെയുണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളത് ആ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും തിരികെ വരണം എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അതിനുള്ള പല വഴികൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്ത് കടക്കും എന്നുള്ള ചിന്തയാണ്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് കാരണം ആ ഒരു വ്യക്തിക്ക് ലൈഫിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെ നഷ്ടമായി പോയതിൽ അല്ലെ നഷ്ടമാക്കി കളഞ്ഞതിൽ ആ ഒരു വ്യക്തി ഒരുപാട് പശ്ചാത്തപിക്കുന്നു. നിങ്ങളായിരുന്നു അവരുടെ സന്തോഷവും സമാധാനവും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെങ്കിലും സ്വന്തം ജീവിതം പച്ചപിടിപ്പിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എൻഡായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇനിയും അവരുടെ സോൾ മെസ്സേജ് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്? ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയൊക്കെ പ്രോബ്ലംസുകൾ വന്നിട്ടുണ്ടെങ്കിലും
അത് പൂർണ്ണമായിട്ടും എൻഡായി പോവാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു ഡിവൈൻ കൂട്ടിച്ചേർത്ത ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അത് മെൻ്റലി ഫിസിക്കലി ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഇടയിൽ വന്ന ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ കാർമിക്കായിരിക്കാം. കാരണം സോൾമേറ്റിൻ്റെ ഇടയിൽ ആ സോൾമേറ്റ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തടസ്സമുണ്ടാക്കാൻ വരുന്നത് കാർമിക്കായിട്ടുള്ള എനർജീസാണ്. അപ്പം അതായിരിക്കാം ആ ഒരു വ്യക്തി മാറി നിൽക്കുന്നത്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ആക്ഷൻ എടുക്കണം. അപ്പം എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ മൊത്തം ഒരു പുതിയ ചാപ്റ്ററാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. കാരണം അവർ പോയ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി വിചാരിച്ചതുപോലെയായിരുന്നു അല്ലായിരുന്നു കാര്യങ്ങൾ, പുറമോടി അല്ലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് ആ ഒരു വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു. കാരണം അത്രയും ഓപ്ഷൻസ് നിൽക്കുമ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നറിയാതെ പോയ ഒരു പേഴ്സണാണ്. അപ്പം പോയിടത്തൊന്നും വലിയ സ്വീകാര്യതയൊന്നും ആ ഒരു വ്യക്തിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നു, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നു, നിങ്ങൾ മൊത്തം ഇനിയും ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെയാണ് കാണുന്നത്. അവരുടെ സോൾ മെസ്സേജാണ്. ആ ഒരു സോൾ മെസ്സേജിൽ എന്തായാലും ഒരു ചേഞ്ച് വരില്ല. കാരണം ഇത് ആ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ മെസ്സേജസ് ആണ്. അതായത് മൈൻഡിൻ്റെ മെസ്സേജസ് ആണ്. മൈൻഡിൽ വരുന്ന തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ഇമോഷൻസിനെ അനുസരിച്ചിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോൾ മെസ്സേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷനോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ആ ഒരു വ്യക്തിക്ക്. പക്ഷെ ആ ഒരു വ്യക്തി എല്ലാം ചിന്തിക്കുന്നു, എല്ലാം പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നല്ലതായി വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല, പക്ഷേ ഞാൻ നീയുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, നിന്നെ നഷ്ടമായി പോയപ്പോഴാണ് നിന്റെ വാലി എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ മനഃപൂർവ്വം നഷ്ടമാക്കി കളഞ്ഞതാണ് നിന്നെ, എന്നെനിക്ക് നല്ലതായിട്ട് അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി നിന്നെ വേദനിപ്പിച്ച സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നു. വാക്കുകളാൽ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻ, അതുപോലെ മെൻ്റലിയും ഫിസിക്കലി എല്ലാം നിങ്ങൾ ടോർച്ചർ ചെയ്ത സിറ്റുവേഷൻസാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്തായാലും ആ ഒരു വ്യക്തി എല്ലാം തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മൊത്തം ആ ഒരു പുതിയ തുടക്കമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു നഷ്ടബോധമാണ് ഉള്ളത്. നമുക്ക് 5 ഓഫ് കപ്സ് നേരത്തെയും കിട്ടിയിരുന്നു. അവരുടെ സോൾ മെസ്സേജിലും 5 ഓഫ് കപ്സ് ആണ്. ആ ഒരു വ്യക്തിക്ക് പാസ്റ്റിനെ ഓർത്തുള്ള കുറ്റബോധമാണ്. അത് നഷ്ടമാക്കി കളഞ്ഞതിലുള്ള വേദനയാണ്. അതാണ് കാണുന്നത്. എന്തായാലും ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച സിറ്റുവേഷൻ, അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒത്തിരി മാറ്റി നിർത്തപ്പെടേണ്ട സിറ്റുവേഷൻസ് എന്തായാലും ഇവിടെ കാണുന്നു. അപ്പോൾ അതിലെല്ലാം ആ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാർഡൂടെ നോക്കാം. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തിക്ക് പോയിടത്തൊന്നും ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നു അവരുടെ ആ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പം തിരികെ വരാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് സോൾ മെസ്സേജ്. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആൾ തിരികെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് അല്ല കേട്ടോ.
ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി ആ ഒരു ലൈഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത് കേട്ടോ. അപ്പം ഈ ഒരു പേഴ്സൺ തിരികെ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു മൈൻഡിൻ്റെ പവർ പോലെ ഇരിക്കും കാര്യങ്ങളെല്ലാം. പക്ഷെ എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇനിയും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം നിങ്ങളെ ഒരുപാട് മാറ്റി നിർത്തപ്പെടേണ്ട സിറ്റുവേഷൻസ് വന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തിയോട് ഒരു വൈരാഗ്യ ബുദ്ധിയോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക. കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണിനെ പോലെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്. അപ്പം നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേസമയം നമ്മൾ മോശം പ്രവർത്തികൾ ചെയ്താൽ അതിനുള്ള കർമ്മ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളത്. കാരണം നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ആ ഒരു പേഴ്സണിന് വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും എന്നുള്ളതും കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഇത്രയും കാലം അനുഭവിച്ച ഒരുപാട് സിറ്റുവേഷൻസിനെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉള്ളപ്പോൾ ആയിക്കോട്ടെ, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് അനുഭവിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അതെല്ലാം ഒരു കർമ്മ സൈക്കിളായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത് ഓൾറെഡി എൻഡ് ആവുന്നതിൻ്റെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളും അതെ, നിങ്ങളുടെ പേഴ്സണും അതെ. അപ്പം അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു സക്സസിൻ്റെ വക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉണ്ടാവാനായിട്ട് പോകുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ ലൈഫിൻ്റെ ഒരു ഫേസ് അവസാനിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ ഫേസാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനോ അല്ലെ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ടോ ഒന്നും കഴിയുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻസ് ആണ്. അത് കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ തന്നെയാണ്. കാരണം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഒരുപാട് കൺഫ്യൂഷനുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ട് കൂടെ നിന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ഒരു കരയ്ക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ വെയിറ്റിംഗ് ആണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിനൊരു റിസൾട്ട് ഇല്ലാത്തത് തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതും നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതും എല്ലാം തന്നെ അതൊരു ലോങ് ടേമിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്ററാണ് ഇനിയും സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു പുതിയ ഫേസിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വേൾഡ് കാർഡാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു ഫേസാണ് അവസാനിച്ചത്. അപ്പോൾ ഇനി ഒരു പുതിയ ചാപ്റ്ററാണ് നിങ്ങളുടെ ലൈഫിൽ ഇനിയും സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റീഡിങ് കണ്ടിട്ട്, ഒരു ചേഞ്ചും ഇല്ലല്ലോ എൻ്റെ ലൈഫിൽ, ഇതുവരെയും ഒരു ചേഞ്ച് വന്നിട്ടില്ല, ഇനിയാണോ ചേഞ്ച് വരാനായിട്ട് പോകുന്നത്? അപ്പം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ആ ഒരു ജേണിയിൽ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ഈ മൈൻഡിലെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ബ്ലെസ്സിങ്സ് എല്ലാം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കൂ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം ഡിവൈൻ പറയുന്നത്. അപ്പം ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിട്ട്
നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ, കൂടെ ഞാനുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ 3 കാർഡ്സ് ഷഫിൾ ചെയ്ത് ഇവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു യൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങളെ കാണിച്ചല്ല ഞാൻ കാർഡ് എടുക്കുന്നത്, കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കത് റെസൊനേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം 3 കാർഡ്സ് ചോദിച്ചു. യൂണിവേഴ്സ് 4 കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു റീഡിംഗ് പൂർണ്ണമായിട്ട് കണ്ടവർക്ക് മാത്രമേ ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ചെയ്യൂ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തെന്ന് കരുതുന്നു. നമുക്ക് ഓരോ കാർഡ് വെച്ച് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കിവിടെ 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഇടുന്ന ആ ഒരു ഹാർഡ് വർക്ക് എല്ലാം തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അതാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. 6 ഓഫ് കപ്സ് ആണ്. അതും എസ് ആണ്. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് അത്രയും സ്നേഹം തിരികെ നൽകാനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം. ദി വീലാണ്. അതായത് ഇനിയും സമയം ആവശ്യമുണ്ട്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് ലൈഫിൽ. അപ്പം നിങ്ങൾ ഇനിയും ക്ഷമയോടുകൂടി തുടരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അതായത് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ നോക്കാം. ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങൾക്കെല്ലാം തന്നെ ഒരു ജസ്റ്റിസ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഇവിടെ ഞാൻ 4 കാർഡ് എടുത്ത് ഷഫിൾ ചെയ്തതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാർഡ് പോലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു അതിശയമായിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ തന്നെ 2 ഓഫ് കപ്സ് കിട്ടി. നെക്സ്റ്റ് 6 ഓഫ് പെൻറ്റക്കിൾസ്, ദി വീൽ, ജസ്റ്റിസ്. ഇത് 4 കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാർഡ് പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ 4 കാർഡ് സെലക്ട് ചെയ്തവരും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ല ഞാൻ 2 ഓഫ് കപ്സ് എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ ജസ്റ്റിസ് എടുത്തില്ലല്ലോ എന്നൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. എസ് കാർഡാണെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. അപ്പം പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക.